കാഴ്ച നിൽക്കുന്ന ഒരു ബരാമസി മാവിനെയാണ് ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്നത്. കണ്ടില്ലേ, ആപ്പിൾ റുമാനിയാണ്. അതായത് നന്നായിട്ട് വാങ്ങിയിട്ടുണ്ട് ആപ്പിൾ റുമാനി ആണ് കേട്ടോ. സിന്ദൂരത്തിൻ്റെ മാവ് കാഴ്ച നിൽക്കുന്നതാണ് കാണേണ്ടത്. അതായത് ഹിമാപസന്താണ്. നല്ല ഇനം മാവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. 2 ആളെ ഹൈറ്റുള്ള ഈ മാവിനൊക്കെ 600 റുപ്യ ഉള്ളൂ കേട്ടോ. വേഗം കണ്ട് പോരും. ഇതിലെല്ലാവിധ ചെറിയ മാവുകൾ ഞങ്ങളെടുത്തുണ്ട് കേട്ടോ. 100 രൂപയ്ക്ക് 80 രൂപയ്ക്ക് വരെ വിൽക്കുന്ന മാവുകളുണ്ട് ഇതിൽ. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളുള്ളത് കൊട്ടപ്പുറം കർഷക സേവന കേന്ദ്രത്തിലാണ്. അപ്പം ഇവിടെ കാഴ്ച വയ്ക്കുന്ന ഒരുപാട് മാവുകളുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെയാണ് നമ്മൾ പോകുന്നത്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പുളിക്കൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കർഷക സേവന കേന്ദ്രത്തിൽ കാഴ്ച നിൽക്കുന്ന ഒരു ബരാമസി മാവിനെയാണ് ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് മാങ്ങയുണ്ട്. പുതിയ ഇനം അതാ. അപ്പം അതിൻ്റെ മുകളിൽ അതാ കണ്ടില്ലേ, ചെറിയ ചെറിയ ഉണ്ണിമാങ്ങകൾ ഉണ്ടാവണ്. ഇതിൻ്റെ ഒരു മൂത്ത് പഴുത്ത മാങ്ങപ്പോൾ 2 അതിൻ്റെ മുകളിൽ ഞങ്ങൾക്ക് കിട്ടിയതാണ്. ഇനി ഇതിൻ്റെ മുകളിൽ മാങ്ങ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ രീതിയിൽ മാങ്ങ ഉണ്ടാകുന്ന മാവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇത്തരം മാവുകൾ ആവശ്യമുള്ളവർക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാം. അതുപോലെ തന്നെ എല്ലാ ഇനം മാവുകളും, ഇതിന് ഞങ്ങൾ 100ഓളം ഇനം മാവുകൾ ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലായിട്ടുണ്ട് കേട്ടോ. എല്ലാ ഇനം മാവുകളുണ്ട്. ഇത് ചക്കരക്കുട്ടിയാണ്. ചക്കരക്കുട്ടി മാവാണ്. ചക്കരക്കുട്ടീൻ്റെ ചെറിയ തൈകളുണ്ട് കേട്ടോ. 1500-ൻ്റെ അതുപോലെ തന്നെ 1000-ൻ്റെ 750-ൻ്റെ ഒക്കെ തൈകളാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. അതൊക്കെ ഞങ്ങളെ വിൽപ്പനയിലുണ്ട്. നന്ന ചെറിയ തൈ അതിൻ്റെ ഞങ്ങളെടുത്തില്ല. അതുകൊണ്ട് ചക്കരക്കുട്ടി ആവശ്യമുള്ള ആളുകൾക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് മാവ് കൊടുക്കാൻ കഴിയും. ഇത് ആപ്പിൾ റുമാനിയാണ് കേട്ടോ. കണ്ടില്ലേ, ആപ്പിൾ റുമാനിയാണ്. അതായത് നന്നായിട്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ആപ്പിൾ റുമാനിയൊക്കെ. ആപ്പിൾ റുമാനിൻ്റെ ഒക്കെ ഒരു മാവ് വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ നമുക്ക് പരിചയപ്പെടുത്താൻ എനിക്ക് തോന്നുന്നു. കാരണം വീട്ടുമുറ്റത്ത് വെക്കാം. ഇതിപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഒരു മാവ്, ചെറിയ മാവ് കൊണ്ടുപോയി വീട്ടുമുറ്റത്ത് വെച്ചാൽ അതിൻ്റെ മുകളിൽ നിന്നൊക്കെ ഒരു മാങ്ങ വീഴുമ്പം ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഓടിപ്പോയി എടുക്കുന്നത് കാണാൻ, വീട്ടിൻ്റെ വരാന്തയിലിരുന്ന് കാണാൻ തന്നെ ഒരു ഭംഗിയായിരിക്കും. ആ രീതിയിലുള്ള ഇത്തരം മാവുകളൊക്കെ തന്നെ നമ്മൾക്ക് ഇത്തരം വേദികളിൽ കൊണ്ടുവരാം. വീടിൻ്റെ പരിസരത്തൊക്കെ ഒരു മാവ് നടുന്നത് ഏറ്റവും നല്ലതാണ്. അത്തരം ആളുകൾക്ക് ബരാമസി, ആപ്പിൾ റുമാനിയ, അതുപോലുള്ള കാട്ടിമൂണൊക്കെ നല്ല മാവുകളുണ്ട് കേട്ടോ ഇവിടെ. ഏത് മാവ് വേണമെങ്കിലും ഞങ്ങൾ എടുത്തിട്ടുണ്ട്. 100ഓളം ഇനം മാവുകളുണ്ട്. ഓരോന്നിൻ്റെ പേരും ഇങ്ങനെ പറഞ്ഞു വരാനുള്ളത് ഒരു പരിഹാരം അല്ല. ഏത് വേണമെങ്കിലും നമുക്ക് ഇവിടെ തിരഞ്ഞാൽ കിട്ടുന്നൊരു സ്ഥിതിയിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. നാംടെക്മൈ മാവാണ് കേട്ടോ. നാംടെക്മൈ മാവിൻ്റെ മുകളിലുള്ള പ്രത്യേകത, ഞങ്ങളിപ്രാവശ്യം ഈ തോട്ടത്തിൽ നിന്ന് അതിൻ്റെ പഴം തിന്നിട്ടുണ്ട്. ആ മാവിൻ്റെ മുകളിൽ തന്നെ ഇപ്പം ചെറിയ രീതിയിലുള്ള മാങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഇപ്പോൾ പൂത്ത് വരുന്നുണ്ട്. നാംടെക്മൈൻ്റെ നല്ല ഇനം വലിയ മാവുകൾ ഞങ്ങളുടെ കയ്യിൽ വിൽപ്പനയ്ക്കുണ്ട്. ഇതിൻ്റെ 500 രൂപൻ്റെ തൈകൾ വരെ ഞങ്ങളെടുത്ത് വിൽപ്പനയിലുണ്ട് കേട്ടോ. 500 രൂപൻ്റെ തൈയുള്ളൂ. അതിൻ്റെ ചെറിയ തൈ ഇപ്പം ഞങ്ങളുടെ കയ്യിൽ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ണിമാങ്ങയൊക്കെ ഉണ്ട് ഇവിടെ. മാങ്ങൻ്റെ മുകളിൽ മാങ്ങയായി തുടങ്ങിയ മാവുകളുണ്ട്. ഇത് ഈ മാവിലൊക്കെ ഉണ്ടല്ലേ ചെറിയ ഉണ്ണിമാങ്ങ ഇതാ കാണണം. ഇതുപോലെ പല മാവിൻ്റെ മുകളിലും ഉണ്ട്. അധിക മാവിൻ്റെ മുകളിലും ചെറിയ ചെറിയ മാങ്ങകൾ പൂത്ത് മാങ്ങയായിട്ടുണ്ട്. ഇതൊക്കെ ഏകദേശം പൂത്ത മാവുകൾ തന്നെയാണ്. എന്താണെങ്കിൽ ഒന്നുകൂടി ഇതൊക്കെ ഈ തേകൊക്കെ ഒന്ന് 30 വരുന്നതോടുകൂടി ഒന്നുകൂടി പൂക്കും. അങ്ങനെയാണ് ഈ മാവിനെ ഞങ്ങൾ കാണുന്നത്. അങ്ങനെ ഇതിൻ്റെ തൈകൾ 500 രൂപയ്ക്കാണ് ഇപ്പോൾ ഞങ്ങൾ വിൽപ്പനയുള്ളത്. ചെറിയ തൈ ഞങ്ങളെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 250-ൻ്റെ തൈ ഉണ്ടായിരുന്നത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇനി 500, 1000, 1500, 2000, 3500 വരെയുള്ള മാവുകൾ ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ വിൽപ്പനയിലുണ്ട്. ഈ മാവ് നമ്മൾ പറയുമ്പോൾ ചെറിയ മാവല്ല കേട്ടോ, വലിയ മാവുകളാണ്. ഈ 3500 രൂപയുടെ മാവ് എന്നൊക്കെ പറഞ്ഞാൽ 2-2.5 മീറ്ററിലേക്ക് ഉയരം വന്ന വലിയ മാവുകളാണ്. ഇതൊരു വീട്ടുമുറ്റത്തൊക്കെ അല്ലെങ്കിൽ വീടിൻ്റെ പരിസരത്തൊക്കെ വെച്ചാൽ എന്താണെങ്കിലും അടുത്ത വർഷം മാങ്ങ ഉണ്ടാവും എന്ന് ഞങ്ങൾ ഉറപ്പ് തരാൻ കഴിയും. ഇത് സിന്ദൂര മാവാണ് കേട്ടോ. സിന്ദൂരത്തിൻ്റെ മാവ് കാഴ്ച നിൽക്കുന്നതാണ് കാണേണ്ടത്. ഇതുപോലെ തന്നെ വലിയ മാവ് 1500 കൊടുക്കുന്ന മാവ് ഞങ്ങളെ കവറിലുണ്ട്. ഇത് 1500 രൂപ മാവ് ഒന്നുകൂടി വലിയ കവറിലേക്ക് മാറ്റിയിട്ടപ്പോൾ നന്നായിട്ട് കായായിട്ടുണ്ട്. ഇത്തരം മാവുകളൊക്കെ തന്നെ വിൽപ്പനയിൽ ഞങ്ങളെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 100 രൂപൻ്റെ തൈകൾ നമ്മൾക്ക് 1000 രൂപൻ്റെ 1500 രൂപൻ്റെ മാവ് വരെ 1000, 1500, 500, 750 അങ്ങനെയുള്ള പല വിലൻ്റെ മാവുകൾ ഞങ്ങളുടെ കയ്യിൽ വിൽപ്പനയിലുണ്ട് കേട്ടോ. അതായത് ഹിമാപസന്താണ്. നല്ല ഇനം മാവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഏതെങ്കിലും വലിയ മാങ്ങ ഉണ്ടാവും കേട്ടോ. വലിയ മാങ്ങ ഉണ്ടാവും. അത് ഇപ്പം തന്നെ നല്ല വലിയ മാങ്ങയില്ലേ. ഇതിൻ്റെ നല്ല ടേസ്റ്റി മാങ്ങിയത്. ഇത് നമ്മളെ മഴക്കാലം തുടങ്ങുന്ന സമയത്ത് നമ്മളെ മാർക്കറ്റിൽ വരുന്ന ആ ഇനം മാങ്ങയാണിത്. നന്നായിട്ട് നമ്മൾ മാർക്കറ്റിലേക്ക് മാങ്ങ വരാറുണ്ട്. വീട്ടുമുറ്റത്തൊക്കെ ഒരു മാവ് കൊണ്ടുപോയി വെക്കണം. ഇതിപ്പോൾ ഒരു കവറിലാണ് കൊണ്ടുപോയി വെക്കണമെങ്കിൽ അത്തരം മാവുകൾ ഉപയോഗിക്കുക. ഇത് നന്നായി പുതിയ വീടൊക്കെ സെറ്റ് ചെയ്യുന്ന ആളുകൾ ഞങ്ങളുടെ അടുത്ത് വരാറുണ്ട്. ഇത്തരം വലിയ വലിയ മാവുകളാണ് അവർ കൊണ്ടുപോകാറുള്ളത് കേട്ടോ. ഇപ്പം എന്നോട് ഒരാൾ ഏത് മാവാണ് നടേണ്ടതെന്ന് ചോദിച്ചാൽ ഈ കാട്ടിമൺ നടാൻ ഞാൻ പറയാറുള്ളത്. ഇത് കഴിഞ്ഞ വർഷം 3 പ്രാവശ്യം ഒരു മാവിൻ്റെ മുകളിൽ നിന്ന് മാങ്ങ തിന്നാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് 3 മാസങ്ങളിലായിട്ട്. അതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് എന്താ പറഞ്ഞാൽ ഏറ്റവും രുചികരമായ മാങ്ങയാണ്. മാങ്ങ പല സമയങ്ങളിൽ അതിൻ്റെ മുകളിൽ മാങ്ങയുണ്ട്. മാങ്ങയില്ലാത്ത കുറഞ്ഞ സമയങ്ങളിലുള്ളൊരു ഓൾ സീസൺ മാവ് എന്ന് തന്നെ പറയാൻ കഴിയുന്നൊരു ഇനം മാങ്ങയാണ്. ഇതിന് മുകളിൽ കണ്ടില്ല മാങ്ങ. ഇതിൻ്റെ മുകളിൽ 8 ഉണ്ടായിരുന്നു. കുട്ടികളാരോ വന്ന് തട്ടിപ്പറിച്ച് പോയതാണത്. ഒക്കെ കണ്ണികൾ തന്നെ കാണണം. ഇതൊക്കെ പോയതാ. ഇത് കണ്ടില്ലേ, ഇത് വലിയ മാങ്ങയാണ് കേട്ടോ. നല്ല മാങ്ങ, നല്ല രുചികരമായ മാങ്ങയാണ്. വലിയ മാങ്ങയാണ്. പൂത്ത് നിൽക്കുന്നു.
ഇതൊക്കെ കാട്ടിമുണ്ടയാണ്. കാട്ടിമുണ്ട് ഞങ്ങളെടുത്ത് 500 രൂപൻ്റെ തൈ മുതൽക്ക് ഉണ്ട്. 1500 രൂപയ്ക്ക് വിൽക്കുന്ന മാവ് വരെ ഞങ്ങളുടെ കയ്യിലിപ്പോൾ ഉണ്ട്, നിലവിലുണ്ട് കേട്ടോ ഇവിടെ. ആ സിന്ദൂര മാവ്, ഇപ്പോൾ നമ്മളവിടെ മാങ്ങ കാണിച്ച സിന്ദൂര മാവിൻ്റെ തൈകളാണ് കേട്ടോ ഇത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണെങ്കിലും നമ്മളെ വീട്ടുമുറ്റത്ത് കൊണ്ടുപോയി വെച്ചാൽ കായ്ക്കൊന്ന് ഉറപ്പിച്ച് കൊണ്ടുപോകാം. ഇത്തരം മാവുകൾ ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലൂടെ വിൽപ്പനയിലുണ്ട്. വലിയ മാവുകളുണ്ട്. ഇതിൻ്റെ 100 രൂപൻ്റെ മാവിൽ നിന്ന് തുടങ്ങി 1500 രൂപൻ്റെ മാവ് വരെ വിൽപ്പനയിലുണ്ട്. ഇത് 1500ൻ്റെ മാവാണ് കേട്ടോ, വലിയ മാവാണ്. ഇതാ കാര്യം കണ്ടില്ല പൂത്ത് നിൽക്കുന്നത്. ഇതിനുള്ളതൊക്കെ കഴിഞ്ഞൊക്കെ വാങ്ങിയുള്ള മാവ് കുറേ എടുത്ത് കൊടുത്താണ്. ഇപ്രാവശ്യം കുറേ മാവ് നിന്ന് കയറിപ്പോയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ വന്നത് വാങ്ങി പോകുന്നുണ്ട് കേട്ടോ. ഇതിലേ ഈ ഭാഗത്ത് കാണുന്നത് മുഴുവൻ ആപ്പിൾ റുമാനിയാണ്. ഈ ഭാഗത്തുള്ള കുളമ്പാണ്. കുളമ്പ് ആപ്പിൾ റുമാനിയൊക്കെ അവിടെ വീടിൻ്റെ പരിസരത്ത് അല്ലെങ്കിൽ കൃഷി ചെയ്യാനാണെങ്കിലൊക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന മാവുകളാണ്. കുളമ്പിൻ്റെ മുകളിലൊക്കെ മാങ്ങ ഉണ്ട്. ഇതാ ഇതിനൊക്കെ നമ്മൾ കണ്ടില്ലേ മാങ്ങ. ഇതൊക്കെ എങ്ങനെ തൈ? ചെറിയ രീതിയിൽ തന്നെ കായ്ക്കുന്ന മാവുകളാണ് കേട്ടോ ഒക്കെ. അതിൻ്റെ വലിയ മാവിന് ഞങ്ങൾ 1000 രൂപ കൊടുക്കുന്നതാണ്. ഈ കാഴ്ചക്കൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. കുളമ്പിലേ നമുക്ക് എപ്പോൾ വേണമെങ്കിലും 250 രൂപൻ്റെ നല്ല തൈകളുണ്ട് കേട്ടോ. ഏകദേശം ഈ വലിപ്പമുള്ള തൈ, ഇതിനേക്കാളും സെറ്റപ്പുള്ള തൈ അവിടെ 250 രൂപ കിട്ടാനിപ്പോൾ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. 250 രൂപയ്ക്ക് ആർക്കും കൃത്യമായിട്ട് കൊടുക്കാൻ കഴിയും. ഞങ്ങൾ കൊടുക്കുന്നത് ചെറിയ വിലക്കാണെന്ന് തന്നെ പറയാൻ കഴിയും. അത് അധിക മാവും വിദേശ മാവുകളാണ് ഈ ഭാഗത്ത് കാണുന്നത്. കാട്ടിമൂണ്, അതുപോലെ ബനാന മാംഗോ, RT2 തുടങ്ങിയിട്ടുള്ള മാവുകളാണ് ഇവിടെ ഉള്ളത്. ഈ നാപ്ടെക് മൈദ കണ്ടില്ല, നാപ്ടെക് മൈദൊക്കെ നല്ല മാവുകളാണ് ഉള്ളത് കേട്ടോ. നാപ്ടെക് മൈദ നല്ല ഇനം മാവുകളുണ്ട് ഇതിൽ. നല്ല മാവുകൾ, വലിയ മാവുകൾ തന്നെ ഉള്ളത്. എന്താണെങ്കിലും അടുത്ത വർഷം ഈ വർഷമൊക്കെ തന്നെ കായ ഉറപ്പിച്ച് കൊണ്ടുപോയി വെക്കാൻ കഴിയുന്നതാണ്. ആർക്ക് വേണമെങ്കിലും ഇതാ മിയാസാക്കി എന്ന് പറയുമ്പോൾ നമ്മളിത് ഒറിജിനൽ മിയാസാക്കിയാന്ന് ഞാൻ പറയാറില്ല. കാരണം എന്താ പറഞ്ഞാൽ നമുക്ക് തീർത്ത് പറയാൻ കഴിയില്ല. വലിയ വിലക്ക് മാങ്ങ കിട്ടുക, 1 കിലോ മാങ്ങൻ്റെ വില വലിയൊരു വില പറയുമ്പോൾ ഈ തൈ ഇവിടെ എത്തിപ്പെട്ടത് കൽക്കത്തയിൽ നിന്നാണ്. 100% വിശ്വസിച്ച് കൊടുക്കാൻ നമുക്ക് ചെറിയ പ്രയാസമുണ്ട്. അതുകൊണ്ട് ഇത് മിയാസാക്കിയാണ്. ഇതിൻ്റെ സ്ഥിതി ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൊടുക്കാറുള്ളൂ കേട്ടോ. മിയാസാക്കി മാവുകളാണിത്. ഇതൊന്ന് കുറേ ആളുകൾ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് ആളുകൾക്ക് അത് ബോധ്യപ്പെട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ്. ഇതാ ചൗസ, പാകിസ്ഥാൻ്റെ ചൗസ മാവാണിത്. ഇതിവിടെ ചോദിച്ച് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. വിദേശത്ത് ജോലി ചെയ്ത് വരുന്ന ആളുകളാണ് ചൗസ ചോദിച്ചിവിടെ വരാറുള്ളത്. നല്ല ഇനം മാവുകൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മുടെ അടുത്ത് കൊണ്ടുപോകാൻ കഴിയും. 1500 രൂപയുള്ളൂ ഈ മാവ്. കണ്ടില്ലേ, ഇതിനേക്കാളൊക്കെ ഞാൻ തന്നെ ഒരു വലിയൊരു മനുഷ്യനാണ്. ഇതിനേക്കാളും നീളമുള്ള മാവുകളാണിത്. ഇതേ ഇമാപസന്തിൻ്റെ മാവാട്ടെ. ഇമാപസന്ത് മാവ് 250 രൂപക്കാണ് ഈ തൈ കൊടുക്കുന്നത്. തൈ ഉണ്ടല്ലേ, വലിയ തൈയാണ്. എൻ്റെ ഉയരമുള്ളത് മാവുകളാണ് 250 രൂപക്ക് കൊടുക്കുന്നത്. ആർക്ക് വേണമെങ്കിലും ഇത് കൊണ്ടുവരാം. ഇതിപ്പോൾ താഴത്തെ സിന്ദൂരം മാവ് ഞാൻ അവിടെ താഴത്ത് കാണിച്ചു തന്നെ 1500 രൂപ പറഞ്ഞത്. 1500 രൂപക്ക് പറഞ്ഞ അതേ തൈകൾ തന്നെ ഇതവിടെ 250 രൂപ കൊടുക്കണേ. ഒരു വലിയ വലിപ്പമുള്ള മാവുകൾ തന്നെ കൊടുക്കണം കേട്ടോ. 250 രൂപയ്ക്ക് ഇതൊക്കെ കൊണ്ടുപോയി വെച്ചാൽ 2 വർഷം കൊണ്ട് എന്തായാലും മാങ്ങയിലേക്ക് വരും. സിന്ദൂരത്തിൻ്റെ നല്ല മാവുകളുണ്ട്. ഇത് സിന്ദൂരത്തിൻ്റെ 500 രൂപ കൊടുക്കുന്ന മാവ്, വലിയ മാവാണ്. അല്ല, വലിയ മാവുകൾ 1500 ഒന്നും വാങ്ങിക്കൊണ്ടുപോയി വെക്കണമെന്നില്ല. ഈ ചെറിയ മാവുകളും ഇത്ര മാവ് കൊണ്ടുപോയി വെച്ചാലും 2 വർഷം കൊണ്ട് മാങ്ങയിലേക്ക് വരും. ഇത് 2 വർഷം ആവാനായിട്ടുണ്ട്. ഇനി എന്തോ 2 വർഷത്തിനുള്ളിൽ എന്തായാലും മാങ്ങ കായ്ക്കും ഇത്. അപ്പോൾ എല്ലാതിൻ്റെ മാവുകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ 250 രൂപൻ്റെ മാവാട്ടോ. വലിയ മാവുകളാണ് ഇതൊക്കെ, കണ്ടില്ലേ. ഇതൊക്കെ എവിടെ എപ്പോൾ വേണമെങ്കിലും വീട്ടുമുറ്റത്തോ വീടിൻ്റെ പരിസരത്തോ കൊണ്ടുപോയി വെക്കാൻ പറ്റും. പിന്നെ ഇത്തരം മാവുകളൊക്കെ നമ്മൾ കാണേണ്ടത്, നമ്മൾ കുട്ടികൾക്ക് പലപ്പോഴും കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കും. അവരുടെ കുട്ടികളുടെ ജന്മദിനത്തിന് അവർക്കൊരു മാവ് അല്ലെങ്കിൽ അതുപോലുള്ളൊരു പഴവർഗ്ഗം വാങ്ങിക്കൊടുത്താൽ അവരത് നട്ടുണ്ടാക്കിയാൽ അവർക്ക് പ്രകൃതിയോട് അടുത്ത് ഇടപഴകാനും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി അവർ തന്നെ നട്ടുണ്ടാക്കിയ മാവിൽ നിന്ന് മാങ്ങ പറിച്ചെടുക്കാനും കൊഴിഞ്ഞു വീഴുന്ന മാങ്ങ പെറുക്കിയെടുക്കാനും ഒക്കെ കഴിയുന്നൊരവസ്ഥ വരും. അതുകൊണ്ട് അതിന് ഒരു പരിഗണന കൊടുക്കുന്നത് നമ്മൾക്ക് നന്നായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കർപ്പൂരാണ് കേട്ടോ. കർപ്പൂരത്തിൻ്റെ നല്ല മാവ് ഇതാ കണ്ടില്ല. കഴിഞ്ഞൊല്ലം മാങ്ങ ഉണ്ടായിരുന്നു, ഇക്കൊല്ലം മാങ്ങയായി വരികയാണ്. ഇത് ഓങ്ക്രോൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഞങ്ങൾ കൊണ്ടുവന്ന മാവാണ്. ഇതിൻ്റെ 250ൻ്റെ തൈയൊക്കെ ഞങ്ങളുടെ അടുത്ത് നല്ല തൈകളുണ്ട്. ആർക്കെങ്കിലും തൈ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ടുപോവാം. അതിൻ്റെ മുകളിലൊക്കെ പൂവായിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. ഒക്കെ വലിയ മാവുകളുണ്ട്. കർപ്പൂരത്തിൻ്റെ വലിയ മാവ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കൊണ്ടുപോകാം. കണ്ടില്ലേ, ഇതിൻ്റെയൊക്കെ ഉയരം വലിയ മാവുകളാണ്. ഒരു വലിയ വീടൊക്കെ വെച്ച് ആ വീടിൻ്റെ മുന്നിൽ കയറി താമസം വരുമ്പോഴാണ് ഇത്തരം മാവുകളൊക്കെ ഞങ്ങളുടെ അടുത്ത് വന്ന ആളുകൾ വാങ്ങിക്കൊണ്ടുപോകുന്നത്. അതിൻ്റെ മുന്നിലൊരു മാവ്, വലിയ വീടിൻ്റെ മുന്നിലൊരു മാവ് വെക്കുക എന്നുള്ളതൊക്കെ ആളുകളെ താല്പര്യമുള്ള ഒരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം മാവുകളൊക്കെ കൊണ്ട് കയറി പോകുന്നുണ്ട്. ഇത് തായ് വസ്ത്രമാണ് കേട്ടോ. ഇത് ഒറ്റയ്ക്കൊരു മാവിനെ കൊണ്ടുപോയി മണ്ണിൽ നന്നായിട്ട് നട്ടുണ്ടാക്കിയാൽ ഈ 1 വർഷം കൊണ്ട് തന്നെ ഇത് കായ്ക്കുന്ന ഉറപ്പ് പറയാൻ കഴിയും. ഇതിന് 600 രൂപേനെ വിലയുള്ളൂ. നല്ല മാങ്ങ, നല്ല രുചികരമായ മാങ്ങ തന്നെയാണ്. വലിയ മോശമുള്ള മാങ്ങയൊന്നുമല്ല, നല്ല രുചികരമായ മാങ്ങ തന്നെയാണ്. ഇത് 600 രൂപേൻ്റെ തൈക്ക് വിലയുള്ളൂ കേട്ടോ. ഈ കണ്ടില്ലേ, ഈ മരമൊക്കെ ഇത്തരം മരം ഇതൊക്കെ കൊണ്ടുപോയി നമുക്ക് വെക്കാൻ കഴിയും. ഇതൊക്കെ 600 രൂപേൻ്റെ തൈകളാണ്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ 600 രൂപക്കാണ് ഇത് കൊടുക്കുന്നത്. 600 രൂപയ്ക്ക് ഇത്ര ഒരു മാവ് വേണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
എത്രയും പെട്ടെന്ന് വന്ന് വാങ്ങുകയാണെങ്കിൽ ഒരു 250-300 മാവ് ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഇത്തരം മാവ് ഉണ്ട്, ഇവിടെ ഉണ്ട് കേട്ടോ. ഇതേ കോട്ടൂർക്കോണം മാവാണ് കേട്ടോ. കോട്ടൂർക്കോണം മാവ് ഞങ്ങൾക്കിവിടെ മാങ്ങ പഴുക്കാനായ മാങ്ങയുണ്ട്. മാങ്ങ പലപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം തന്നെ പല മാവുകളുണ്ട്. കോട്ടൂർക്കോണത്തിൻ്റെ 250 രൂപേൻ്റെ വലിയ തൈകൾ വരെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിനേക്കാളും വലിയ മരമാണ്. കായായ ഒന്നുകൂടി വില കൂടും. 250 രൂപേൻ്റെ ഒരു മാവ്, നല്ല മാവ് കൊണ്ടു വെച്ചാൽ തന്നെ ഒരു 2 വർഷം കൊണ്ട് നിങ്ങൾക്ക് അതിൽ മാങ്ങ കിട്ടും. ഇപ്പം തന്നെ 2 വർഷമായ മാവാണോ അത്. പെരാമസി മാങ്ങയാണ് കേട്ടോ. ഇതിന് മുകളിൽ കണ്ടില്ല മാങ്ങ, ഇത് ഈ കാട്ടിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പോലെയാണ് കിടക്കുന്നത്. പക്ഷേ ഇതിനുള്ളിൽ ഒരുപാട് മാങ്ങകളുണ്ട്. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മാങ്ങയായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ അവിടെ മേൽഭാഗത്ത് ഇതാ, ഇവിടെ ഇതാ, അതിൻ്റെ ഈ കമ്പിൻ്റെ മുകളിലൊക്കെ മാങ്ങകളാണ്. അതാ അവിടെ അത് ഒരുപാട് അതാ, ഇതൊക്കെ ഒരുപാട് ഇനം മാങ്ങകൾ, ഒരുപാട് മാങ്ങ അതാ നിറയെ. അതാ ഇവിടെ ഇവിടെ ഇതാ, ഇവിടെ ഒരു കമ്പിൻ്റെ മുകളിൽ ഇതാ, ഇതൊക്കെ മാങ്ങകളാണ്. അവിടെ ഇരിക്കുന്ന ഈ ഒരു മാവിൻ്റെ മുകളിൽ ഒരു 10-50 മാങ്ങ ഉണ്ട്. ഇത് കാട്ടിമുണ്ട മാവാട്ടോ. അതാ പൂത്ത് നിൽക്കണില്ലേ. ഇത്തരം മാവുകളൊക്കെ ഞങ്ങളടുത്തുണ്ട്. ഇതാ മാങ്ങിയതാ, നേരത്തെ കാണിച്ചെന്ന അതേ രീതിയിലുള്ള മാങ്ങ തന്നെ. ഇതാ ഇതിൻ്റെ ഉള്ളിലൊക്കെ കാട്ടിമുണ്ട മാങ്ങയാണ്. കാട്ടിമുണ്ട മാവായിരിക്കും വേണമെങ്കിൽ ഞങ്ങളായിട്ട് സമീപിക്കുക. ചെറിയ റേറ്റിലും വലിയ റേറ്റിലും ഒക്കെ ഉള്ള മാവുകളുണ്ട്. പലയിനം മാവുകളുണ്ട് കേട്ടോ. മാവേ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങളെ സമീപിക്കുന്നത് ഗുണകരമായിരിക്കും. അതായത് കുതാദത്ത് നല്ല ഇനം മാവാണ്. കുതാദത്തിൻ്റെ നല്ല മാവ് തൈകൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇതാ കുളമ്പിൻ്റെ ഒക്കെ വലിയ തൈകളാണ് കേട്ടോ. ഒരാൾ വരെയുള്ള തൈ തന്നെ ആയത്. ഒരാൾ അത്തരം മാവുകളാണ് ഇപ്പോൾ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കുളമ്പ് മാവുകളാണ്. കുതാദത്താണ് ഇതുവരെ. ഇതാ ഈ വരുന്നതൊക്കെ കുതാദത്ത് മാവുകളാണ്. ഇതാ കണ്ടില്ലേ, ഇതൊക്കെ മനോരഞ്ജിതം നല്ല മാവാണിത് കേട്ടോ. നല്ല ഇനം മാങ്ങ. ഒളോറൊക്കെ ആയിരിക്കും വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ഒളോർ മാവ് ഉണ്ട് കേട്ടോ. ഒളോറിൻ്റെ കഴിഞ്ഞ വർഷത്തിലുള്ള കുറഞ്ഞ ചെറിയ തൈകളേ ഉള്ളൂ. ഒളോർ വീണ്ടും പുതിയ തൈകൾ വരാനുണ്ട്. അത് നല്ല തൈകൾ തന്നെ നമുക്ക് കൊടുക്കാൻ കഴിയും. ഞങ്ങളുള്ള എല്ലാ ശ്രമവും നടത്തി വെച്ചിട്ടുണ്ട്. ഇത് മല്ലികയാണ്. മല്ലികൻ്റെ നല്ല മല്ലിക കേട്ടോ. ഇത് നമ്മൾ മല്ലികാറിന് തമിഴ്നാട് വരുന്ന ഒരു ഇനാണ്. മഹാരാഷ്ട്രൻ്റെ മല്ലിക വേറെ ഇനായിട്ട് കാണുന്നുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ ഇത് നല്ല നീളമുള്ള നല്ല മാങ്ങൻ്റെ ആ മാവിൻ്റെ മുകളിൽ തന്നെ സാധനം എടുത്ത് ചെയ്തായതുകൊണ്ട് ഇത് നമുക്ക് കൊണ്ടുപോയി കൃഷി ചെയ്താൽ നല്ല ഇനം മല്ലിക തന്നെ ഉണ്ടാവുക. ഇത് ജഹാംഗീറിൻ്റെ നല്ല മാവ് ഉണ്ട് കേട്ടോ. ജഹാംഗീറിൻ്റെ നല്ല മാവ്. ജഹാംഗീറിൻ്റെ ഒരു മാവിന് വേണ്ടി വിദേശത്ത് നിന്ന് ഇന്നലെ ഒരാളിനെ വിളിച്ചിരുന്നു. അയാൾ പറഞ്ഞത് ജഹാംഗീർ അയാളെ വീട്ടിൽ പഴയ കാലത്ത് ഉണ്ടായിരുന്ന മാവാണ്. അവിടെ ഒരു തൈ എനിക്ക് അവിടെ മാറ്റി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് വേണ്ടി ഒരു തൈ ഇന്നലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ ചന്ദനം ഇപ്പോൾ യൂട്യൂബിലൊക്കെ നന്നായിട്ട് കാണാം. ചന്ദനം മാവ് തിരഞ്ഞെടുക്കുന്ന ആളുകളുണ്ട്. അത്തരം ആളോട് നമുക്ക് പറയാനുള്ള ചന്ദനം മാവ് ഞങ്ങളുടെ കയ്യിലുണ്ട്. എപ്പോൾ വന്നാലും ഒരു ചന്ദനം മാവ് കൊണ്ടുപോകാൻ കഴിയും. ഇതാ മുണ്ടപ്പൻ്റെ നല്ല മാവ്, ടോപ്പ് മാവാട്ടോ മുണ്ടപ്പൻ്റെ മാവ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ 250 രൂപയ്ക്ക് തന്നെ വലിയ വലിയ മാവുകൾ തന്നെ കൊണ്ടുപോകാം. ഇതാ കോട്ടൂർക്കോണം ഞങ്ങൾക്ക് ഇവിടെ കായ്ച്ചിട്ടുണ്ട്. ഇത് 250 രൂപൻ്റെ ഈ മാവൊക്കെ കൊണ്ടുവച്ചാൽ അടുത്ത പോലെ തന്നെ കായലിലേക്ക് വരാവുന്ന മാവുകളാണ്. ഇതൊക്കെ കണ്ടില്ലേ, ഉണ്ടോ? നല്ല മാവാണ്. നല്ലിനം മാവുകളുണ്ട് കേട്ടോ. ഇതാ ചന്ദ്രകാരനൊക്കെ നല്ല മാവുണ്ട് കേട്ടോ. നല്ല മാവാണ് ചന്ദ്രകാരനൊക്കെ. ഇതാ കണ്ടില്ലേ, നല്ലിനം മാവ്. ഇതൊക്കെ കൊണ്ടുപോയി ഒരു മാവ് നമ്മുടെ മണ്ണിൽ വെച്ചാൽ പെട്ടെന്ന് കായലിലേക്ക് വരാം. ഇതാ ഹിമയുദ്ദീൻ്റെ മാവ് വേണമെങ്കിൽ ഇതിൽ നിന്ന് കൊണ്ടുപോകാം. ഹിമയുദ്ദീൻ്റെ ഇതാ ബ്രൂണാക്കിങ്. ഒരുവിധം എല്ലാ മാവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞ് കണ്ടുപിടിച്ച് കൊണ്ടുപോകാൻ കഴിയും. ആ രീതിയിലുള്ള എല്ലാ ഇനം ഇവിടെ ഉണ്ട്. കോട്ടപ്പറമ്പൻ ഇതൊക്കെ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും കേട്ടോ. ഏത് മാവ് വേണമെങ്കിലും നമുക്ക് ശ്രമിക്കുക. ഇവിടെ വന്നാൽ മാവിൻ്റെ ഈ വലിയ ശേഖരത്തിൽ നിന്ന് നിങ്ങൾക്ക് താല്പര്യമുള്ള മാവുകൾ തന്നെ തിരഞ്ഞെടുത്ത് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരവസ്ഥ ഈ സ്ഥാപനത്തിലുണ്ട്. ഇത് നമ്മൾ കുളമ്പ് മാവ് ഞങ്ങളടുത്ത് 500-ൽ കൂടുതൽ മാവുണ്ട്. ഈ കുളമ്പ് മാവ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കുളമ്പ് മാവ് തന്നെ ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോയി വെക്കാൻ കഴിയും. വീട്ടുമുറ്റത്തൊരു മാവ് കുളമ്പ് വാങ്ങി വെച്ചാൽ നമുക്ക് നല്ല ഇനം മാങ്ങ കിട്ടാനുണ്ടാവും കേട്ടോ. ഒരു മാവ് കുളമ്പ് 250 രൂപേൻ്റെ നല്ല തയ്യാണുള്ളത്. ആ തൈ ഒന്ന് കൊണ്ടുപോയി വെച്ചാൽ വലിയ തൈ ഉണ്ട്. അത് കൊണ്ടുപോയി വെച്ചാൽ അടുത്ത കൊല്ലം തന്നെ അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ എന്തായാലും മാങ്ങയിലേക്ക് വരും. നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം നോക്കി വെച്ചാൽ മാങ്ങ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നൊരു മാവാണ്. ആളുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു മാവാണ് കേട്ടോ ഇത് കുളം. ഇതുപോലൊരു മാവ് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1 മീറ്റർ സമചതുര കുഴിയെടുത്ത് അതിലേക്കൊരു കുറച്ച് മേൽമണ്ണ് അതിലേക്കിട്ട് ആ കവറ് പൊട്ടിച്ച് ഭൂമി നിരപ്പിന് വരുന്ന രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്. ഇത് ഓങ്ക്രോൻ്റെ ഒരു കൈപ്പുസ്തകം ഉണ്ട് ഞങ്ങളെടുത്ത്. ഞങ്ങൾ പലപ്പോഴും പല മാമ്പഴ പ്രേമികൾക്കും അതുപോലെ തന്നെ പഴവർഗ്ഗ പ്രേമികൾക്കും കൊടുക്കാറുണ്ട്. അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഭൂമി നിരപ്പിന് നടണമെന്ന്. ഭൂമി നിരപ്പിന് നടുന്നിടത്തിലാണ് ഏറ്റവും കൂടുതൽ കായകൾ ഉണ്ടായി കാണുന്നത്. ഇതെന്നുള്ളതല്ല, റംബൂട്ടാൻ, ഫിലോസാൻ തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെയാണ് കാണുന്നത് കേട്ടോ. നടുമ്പോൾ ഞാൻ നന്നായിട്ട് വളം ചേർത്ത് നടുക. ഒരു 3 വർഷം നമ്മൾ കൃത്യമായിട്ട് മാവിനെ ശ്രദ്ധിക്കപ്പെടണം. മാവിന് നന്നായിട്ട് തിന്നാൻ കൊടുക്കുക, നന്നായിട്ട്
വളപ്രയോഗം ചെയ്യണതിന്. വളപ്രയോഗം നന്നായിട്ട് ചെയ്യാന്ന് ചാണാപ്പൊടി, അതുപോലെ തന്നെ എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക്, ജൈവപൊട്ടാഷ് അടങ്ങിയ വളങ്ങളൊക്കെ തന്നെ കൂട്ടി കൊടുക്കുക. അതുപോലെ കുമ്മായം മണ്ണിലൊന്ന് ചെറിയ രീതിയിലെങ്കിലും കുമ്മായം കൊടുക്കുക. അതൊക്കെ ചെയ്തുകൊണ്ട് പോയാൽ 3-ാമത്തെ വർഷത്തേക്ക് മാവ് കായ്പ്പിച്ചെടുക്കാൻ കഴിയും. അങ്ങനെയൊക്കെ ഒരു കാഴ്ച മാവ് നമ്മളെ വീട്ടുമുറ്റത്ത് ഒരു അലങ്കാര വസ്തുവായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ മാവിനെ നടുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യാം കേട്ടോ. ഇതിലെല്ലാവിധ ചെറിയ മാവുകൾ ഞങ്ങളെടുത്തുണ്ട് കേട്ടോ. 100 രൂപയ്ക്ക് 80 രൂപയ്ക്ക് വരെ വിൽക്കുന്ന മാവുകളുണ്ട് ഇതിൽ ഒരുവിധം ഞങ്ങളടുത്തുള്ള എല്ലാ വെറൈറ്റീൻ്റെ മാത്തൈകളും ഇവിടെ കിട്ടാനുണ്ട്. ചെറിയ വിലക്ക് കിട്ടും. പൊതുവേ ഇവിടുന്ന് ഏറ്റവും കൂടുതൽ പോകുന്നത് വലിയ വിലൻ്റെ മാവുകളാണ് ആളുകൾ വാങ്ങിക്കൊണ്ടുപോകാൻ. വലിയ മാവുകളാണ്, വലിയ കവറിലുള്ള മാവുകളാണ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അത്തരം മാവുകളാണ് ഏറ്റവും കൂടുതൽ ഇവിടുന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പുളിക്കൽ കൊട്ടപ്പുറം കർഷക സേവന കേന്ദ്രത്തിലാട്ടോ. അപ്പോൾ തൈകളൊക്കെ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ ഡിസ്ക്രിപ്ഷനിലും നമ്പർ കൊടുക്കും. അപ്പോൾ എല്ലാവരും അതിൽ കോൺടാക്റ്റ് ചെയ്യുക. വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്ന് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം.